ചെറുതും വലുതുമായ ഒരുപാട് ഫാമുകളുള്ള ഒരു സ്ഥലമാണ് ഫുജറ എമിറേറ്റ്സിൽപ്പെട്ട ദിബ്ബ. ദിബ്ബയിലെ ഒരു ചെറിയ ഫാമിലാണ് നമ്മൾ ഇന്നുള്ളത്. നമുക്ക് ഫാമിനുള്ളിലെ കാഴ്ചകൾ കാണാം. നാട്ടിലൊരു കൃഷി സ്ഥലത്ത് പോയൊരു ഫീലുണ്ട്. ഇവിടെ കിളച്ചിട്ടിരിക്കുകയാണ്. ചെടികളൊക്കെ നടാൻ, കൃഷി ചെയ്യാൻ ഇവർ കിളച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പഴയൊരു പമ്പുണ്ട്, ഒരു പമ്പ്, കിണറുണ്ട്. നിങ്ങളാരും യു എയിലെ കിണറുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നമുക്കൊരു കിണർ കാണാം. ഇതാണ് കിണർ. ഗംഭീര ആഴമാണ്. വെള്ളമുണ്ട്. ഏത് ചൂടിനും തണുപ്പിനും ഇവിടെ വെള്ളമുണ്ടാവും. ഇവിടുത്തെ കിണറുകളെ വെള്ളമൊന്നും പറ്റാറില്ല. ഇതാണ് ഈന്തപ്പനയുടെ തോട്ടം. ഒരു ഫാം ഹൗസും ഒരു ഈന്തപ്പനയുടെ തോട്ടവുമാണ് ഇവിടെയുള്ളത്. ഇതൊരു പുതിയൊരു ഫാമാണ്, അതുകൊണ്ട് കൂടുതലൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കുറച്ച് കോഴികളും കുറച്ച് ആടുകളും മറ്റും സൈഡിലായിട്ടുണ്ട്. ഈ ഫാം ഹൗസിൻ്റെ പണി ഇപ്പോൾ തീർന്നതാണ്. ഫാമിൻ്റെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പണികളൊക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഫാമിൻ്റെ കാഴ്ച. ഈന്തപ്പന തന്നെയാണ് കൂടുതലും. ഈന്തപ്പനയുടെ ഫാമാണ്. വെള്ളം സപ്ലൈ ചെയ്യാൻ ഇവിടെ പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ ഈന്തപ്പനകൾക്കും വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പൈപ്പാണിത്. ഈന്തപ്പനകളും മറ്റും നനയ്ക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി വെള്ളം സപ്ലൈ ചെയ്യുന്ന പൈപ്പാണിത്. ഇവിടെ അതുപോലത്തെ മറ്റൊരു കിണറുമുണ്ട്. ഇവിടെ 2 കിണറുണ്ട് ഈ ഫാമിൽ. 2 കിണറുണ്ട്. ഈ കിണറിന് സൈഡായി ഒരു കോഴിക്കോട് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കോഴികളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. കോഴികളുണ്ട്. ഇതാണ് ഇവിടുത്തെ കോഴിക്കോട്. ഒരുപാട് കോഴികളുണ്ട്, നാടൻ കോഴികൾ. കോഴിക്കൂടിന് അടുത്തായി ഒരു ആട്ടിൻ്റെ കൂടുണ്ട്. ഇതാടുകൾ. ഇതാണ് ആടിൻ്റെ കൂട്. ഇതൊക്കെ ഇവിടുത്തെ നാടൻ ആടുകളാണ്. ഒരു ചെറിയ സെറ്റപ്പുള്ളൊരു ഫാം തന്നെയാണിത്. ആടും കോഴിയും ഒക്കെയായി. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫാം ഹൗസ് തന്നെയാണ്. അതുപോലെ 2 കിണറും പമ്പ് ഹൗസ്. നമ്മൾ ഈ ഫാമിൽ നിന്നും ഫാമിൻ്റെ മറ്റൊരു ലോകത്തേക്ക് ഇതാ കടക്കുകയാണ്. ഡോറ് അങ്ങ് തുറക്കണം.
ഇതാണ് ഫാമിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു ലോകം. ഇവിടെ നാരങ്ങയുണ്ട്. ചെറുനാരങ്ങയുടെ മാതളി നാരങ്ങയാണെന്ന് തോന്നുന്നു. ചെറിയ മാവുണ്ട്. തെങ്ങുണ്ട്. നല്ല രീതിയിൽ ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ളത് സോളാർ സിസ്റ്റമാണ്. സോളാർ ലൈറ്റുകളാണ്. ഇവിടെ മൊത്തത്തിൽ സോളാർ ലൈറ്റുകളാണ്. പലതരം ഡിസൈൻ, ബൾബുകളെ കൊണ്ട് പലതരം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ കോഴിയെയും മറ്റും ചൂടാൻ ഉണ്ടാക്കിയ ഒരു രീതി ഇതാണ്. ഇവരുടെ ആഹാര രീതി, ഈ അറബികളുടെ ആഹാര രീതി എന്ന് പറയുന്നത് ഫ്രൈ ചെയ്ത മാംസങ്ങളല്ല, അവർ ചുട്ടാണ് മാംസങ്ങൾ കഴിക്കാറ്. ഇത് കോഴിയെയും ആടിനെയൊക്കെ ചുടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഇതൊക്കെ മൊത്തത്തിൽ സോളാറാണ്. ഇതിൽ സോളാർ ലൈറ്റുകളാണ്. മറ്റൊരു എക്സിറ്റാണ്. ഇത് പുറത്തേക്കുള്ളൊരു വഴിയാണ്. ഇവിടെ മാവുകൾ തന്നെ കുറേ തരത്തിലുണ്ട്. ഒരുപാട് മാവുകളുണ്ട്. തക്കാളിയുടെ ചെടിയുണ്ട്. കറിവേപ്പില. ഇവിടെ ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാർക്ക്, കുട്ടികളുടെ ഒരു ചെറിയൊരു പാർക്ക്.
പ്രത്യേകതരം കോഴിയാണ്. ഇതിൻ്റെ കാലൊന്നും കാണാനേ പറ്റുന്നില്ല. ഫുൾ സെറ്റപ്പാണ്. ഭക്ഷണം പാകം ചെയ്യാനും എല്ലാത്തിനുമുള്ളൊരു സെറ്റപ്പ് ഇവിടെയുണ്ട്. ഓ, പ്രതീക്ഷിക്കാത്തൊരു സാധനം. ഓ, മയിൽ. ഇത് നമ്മളിവിടെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആൺമയിലും പെൺമയിലും എല്ലാം ഉണ്ട്. അത് ഇതുവരെ കാണാത്തൊരു ടൈപ്പ് മയിലാണല്ലോ അല്ലേ? അതേതാ മയിൽ? അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു മയിലാണ്. ഇതെല്ലാം പെൺമയിലാണ്. ഇത് നമുക്ക് രാജാവിനെ എടുക്കാം. ആൺമയിൽ. ഓ, ഇതിങ്ങോട്ട് വരുന്നില്ല. അത് ഉള്ളിൽ പോയിട്ട് വെക്കുമെന്ന് നോക്കാം. ഇത് വീഡിയോ എടുക്കാൻ വിടുന്നേയില്ല. ഇവിടെ ഇവർ വേറൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, സീക്രട്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. സീക്രട്ട് ഗാർഡൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് അങ്ങോട്ടേക്ക് കിടക്കുന്നത്. എന്താണെന്ന് ഉള്ളിൽ പോയിട്ട് നോക്കാം. വെൽക്കം ടു സീക്രട്ട് ഗാർഡൻ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളാണ്. അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ്. അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ ഉണ്ടാക്കി വെച്ചൊരു ഫാം ഹൗസാണിത്. ഇത് നാരങ്ങ. ഇവിടുത്തെ കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫ്രൂട്ട്സാണ് നാരങ്ങ. പഴയ കാലത്തുള്ള ഒരു പഴയ ശൈലി ഇവിടെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും സാധനം എന്നറിയില്ല. അറബികളുടെ പഴയ കാലത്തെ എന്തോ ഒരു ജീവിത രീതിയെ ഓർമ്മിപ്പിക്കുന്ന എന്തോ ആണ്. ഇങ്ങനെ ഈന്തപ്പഴം ഇങ്ങനെ വെക്കാറുണ്ടെന്ന് പറയുന്നത് കേട്ടു. അല്ലാതെ ആടുകളുടെ മാംസങ്ങളും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇത് ഇവരുടെ ഒരു പഴയൊരു ജീവിത ശൈലി തന്നെയാണ്. അത് ഓർമ്മിപ്പിക്കാൻ, അത് പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നതാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ ഭായിമാർ പറയുന്നത്.
ഇതാണ് ഫാമിൻ്റെ ആൾ.